തിരുവനന്തപുരം ഗവൺമെൻറ് മെൻസ് ഹോസ്റ്റലിൽ റെയ്ഡ് നടക്കുന്നു. MDMA അടക്കം എക്സൈസ് പിടിച്ചെടുത്തു എന്നാണ് വിവരം. കഞ്ചാവ് അടക്കം മയക്കുമരുന്ന് പിടികൂടി എന്നാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, ഇന്ന് രാവിലെ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ഇപ്പോൾ ഈ ഗവൺമെന്റ് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ ഇവിടുത്തെ അന്തേവാസികൾ തന്നെ, അതായത് ഇവിടെ താമസിക്കുന്ന മറ്റു കുട്ടികൾ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ കുട്ടിയുടെ മുറിയിൽ നിന്ന് തന്നെയാണ് ഇന്ന് വീണ്ടും കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ രഹസ്യമായി എക്സൈസ് സംഘം ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അധികം ഇല്ല, എത്രയാണ് കൃത്യമായ അളവ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നില്ല. എന്നാലും ഒരു 3 പാക്കറ്റോളം കഞ്ചാവ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ടുള്ള 3 പാക്കറ്റ് കഞ്ചാവ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരെയും കസ്റ്റഡിയിൽ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുകൂടി ഇപ്പോൾ ചില ഉദ്യോഗസ്ഥർ. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, അതായത് കഞ്ചാവ് മാത്രമാണ്, മറ്റു മയക്കുമരുന്നുകളൊന്നുമില്ല, കഞ്ചാവ് 4 പാക്കറ്റാണ് ഇപ്പോൾ ഇവരെ പിടികൂടിയിരിക്കുന്നത് റെയ്ഡിൽ, അല്ലേ? അതെ, ആദ്യഘട്ടത്തിൽ MDMA എന്നാണ് നമുക്ക് വിവരം ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ കഞ്ചാവാണ് ലഭിച്ചിട്ടുള്ളത് എന്നത് ഒരു സ്ഥിരീകരണം നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. കഞ്ചാവാണ് ഉള്ളത്, അത് കൂടുതൽ അളവിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സംഘം ഇവിടെ പരിശോധന തുടരുകയാണ്. അജിംഷാദ്, ഈ ആരുടെ മുറികളിൽ നിന്നാണ് പിടികൂടിയത് അടക്കമുള്ള, കാരണം നമുക്കറിയാം കളമശ്ശേരിയിൽ KSU നേതാക്കന്മാരടക്കമുള്ളവർ ഇതിൽ പ്രതിയായിരുന്നു. അങ്ങനെ ഒക്കെയുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടോ? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകാനാകുമോ? അജിംഷാദ്, നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവിടെയുള്ള SFI പ്രവർത്തകരാണ് ഈ വിവരം എക്സൈസിനെ അറിയിച്ചിട്ടുള്ളത്. അവർ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഏതാണ് ഈ കുട്ടി എന്നത് സംബന്ധിച്ചുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. ആരുടെ മുറിയിൽ നിന്നാണ് ഈ കഞ്ചാവ് ലഭിച്ചിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ പരിശോധനയ്ക്ക് ശേഷം അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും SFI പ്രവർത്തകരും ഇവിടുത്തെ SFI നേതാക്കളും ഒക്കെ ആയിട്ടുള്ള ഇവിടുത്തെ കുട്ടികൾ, ഇവിടെ താമസിക്കുന്ന കുട്ടികളാണ് കഴിഞ്ഞ ദിവസവും ഇവനെ പിടികൂടിയതും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ SFI പ്രവർത്തകരുടെ നിർദ്ദേശത്തിന്റെ അല്ലെങ്കിൽ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, ഈ SFI പ്രവർത്തകർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എക്സൈസ് സംഘം എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷാദ്, അതായത് ഈ അളവ് അധികമില്ല എന്ന് പറഞ്ഞു, 4 പാക്കറ്റും ഉണ്ട്. അതിന്റെ അർത്ഥം ഇത് വിൽപ്പനയ്ക്കല്ല, ഉപയോഗത്തിനാണ് എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെയാണോ? പ്രാഥമികമായി ആ നിലയിൽ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആരെയും കസ്റ്റഡിയിൽ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് വളരെ കുറച്ച് മാത്രം കഞ്ചാവ് ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ഇത്ര അളവ്, ഒരു ആവശ്യമായ അളവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അത്തരം നടപടിയിലേക്ക് എക്സൈസ് സംഘം കടക്കാത്തത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും ചെറിയ അളവിൽ കഞ്ചാവ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അജിംഷാദ്, തീർച്ചയായും. അതായത് ഈ അവിടെ ഇങ്ങനെ ചില ഉപയോഗം, മയക്കുമരുന്നിൻ്റെ അടക്കമുള്ള ഉപയോഗം ഈ മെൻസ് ഹോസ്റ്റലിലുണ്ട്, അത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം കുട്ടികൾ അതിലേക്ക് ആകർഷിക്കപ്പെടും എന്നൊക്കെ തോന്നിയ ഘട്ടത്തിൽ SFI ആണ് ഇത് എക്സൈസിനെയും പോലീസിനെയും ഒക്കെ ഈ വിവരം അറിയിക്കുന്നതും ഇപ്പോൾ റെയ്ഡ് നടന്നതും, അല്ലേ കമലേഷ്? തീർച്ചയായും അജിംഷാദ്, ആ നിലയിലാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ചില പ്രവർത്തകരുമായും SFIയുടെ ചില പ്രവർത്തകരുമായും നമ്മൾ വന്ന ഘട്ടത്തിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ആ നിലയിൽ അവർ അറിയിച്ചതിനെ തുടർന്നാണ് ഈ സംഘം ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് ഒരു 15 ഗ്രാമോളം കഞ്ചാവ് മാത്രമാണ് ഇപ്പോൾ എക്സൈസ് സംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രാഥമികമായി. ഏതായാലും ഇവിടെ പരിശോധന തുടരുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ, മറ്റു മുറികളിലടക്കം ഇപ്പോൾ ഈ കുട്ടിയുടെ മുറിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ പേര് സംബന്ധിച്ചോ എവിടെയാണ് പഠിക്കുന്നത് എന്നത് സംബന്ധിച്ചോ ഒന്നുമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ കുട്ടി നേരത്തെയും ഇങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് എന്ന നിലയിൽ ഒരു വിവരമുണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ വിവരം അറിയിക്കുകയും ഈ കുട്ടിയെ പിടികൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ കുട്ടിയുടെ മുറിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു 15 ഗ്രാം കഞ്ചാവ് വീണ്ടും എക്സൈസ് സംഘം കണ്ടെടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അജിംഷാദ്, തീർച്ചയായും. ഈ 15 ഗ്രാം കഞ്ചാവ് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ചെറിയ പഫുകൾക്കുള്ള ഒന്നാണ്, അതായത് ഉപയോഗത്തിനുള്ള ഒന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയിൽ നിന്നും ഇത് ആരാണ് ഇതിൻ്റെ സോഴ്സ്, വിൽപ്പന നടത്താറുണ്ടോ ഇത്യാദി പരിശോധനകളിലേക്കൊക്കെ പോകാനാകും. ഇപ്പോൾ നിലവിൽ അത്തരത്തിലൊരു കേസെടുത്ത് നടപടിയിലേക്ക് പോകുന്നത് 15 ഗ്രാമിൽ താഴെ മാത്രം ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്നാലും
ആ കഞ്ചാവ് എങ്ങനെ അയാളുടെ കയ്യിൽ എത്തി, ആ കുട്ടിയുടെ കയ്യിലെത്തി, ആ കുട്ടിക്ക് ആരാണത് നൽകിയത്, ഈ കുട്ടി മറ്റുള്ളവർക്ക് ഇത് വിൽപ്പന നടത്താറുണ്ടോ, മറ്റധികം സ്റ്റോക്ക് ഈ കുട്ടിയുടെ കയ്യിൽ വേറെ സൂക്ഷിച്ചിട്ടുണ്ടോ, ഇതൊക്കെ പോലീസിന് അറിയാനാകും, എക്സൈസിന് അറിയാനാകും അല്ലേ? അതിൻ്റെ പരിശോധനകളാവും ഇനി നടക്കുക അല്ലേ? തീർച്ചയായും അജിംഷാദ്, മറ്റ് മുറികളിലടക്കം, അതായത് ഇവർക്ക് സംശയമുള്ള മറ്റു മുറികളിലടക്കം ഈ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ കുട്ടിയുടെ മുറിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് കേവലം 15 ഗ്രാം കഞ്ചാവ് മാത്രമാണ് എന്നാണ് നമുക്കിപ്പോൾ, അതായത് ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചൊരു അറിയിപ്പല്ല, ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതാണ്. ആ നിലയിൽ മറ്റ് കൂടുതൽ കഞ്ചാവ് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുകയോ മറ്റാരെങ്കിലും ഉപയോഗിക്കുകയോ മറ്റേതെങ്കിലും കണ്ണികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന കൂടി എക്സൈസ് സംഘം നടത്തുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം ബോയ്സ് ഹോസ്റ്റലുകളിലൊന്നും എക്സൈസ് അങ്ങനെ കയറി ഇറങ്ങി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതാണ്. ഇന്നിപ്പോൾ ഒരുപക്ഷെ ഈ കൃത്യമായി SFI പ്രവർത്തകർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവർ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും 15 ഗ്രാം കഞ്ചാവ് അവർ പറഞ്ഞ ഈ കുട്ടിയുടെ മുറിയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അജിംഷാദ്. ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. കമലേഷ്, ഒരു കാര്യം കൂടി, ഇപ്പോഴും പരിശോധന തുടങ്ങിയാണ്. കാരണം മെൻസ് ഹോസ്റ്റലിലെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രം പരിശോധന നടത്തിയപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൂടി പരിശോധന തുടരുകയാണോ ഇപ്പോൾ, അതോ പരിശോധന പൂർത്തിയായോ കമലേഷ്? അജിംഷാദ്, പരിശോധന പൂർത്തിയായി എന്നും പറയപ്പെടുന്നു. ഏതായാലും നമ്മളിപ്പോൾ ഈ മെൻസ് ഹോസ്റ്റലിന്റെ തൊട്ട് മുന്നിൽ തന്നെ മാധ്യമപ്രവർത്തകരെല്ലാം നിലയുറപ്പിച്ചിട്ടുണ്ട്. ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല. അതേസമയം പരിശോധന പൂർത്തിയായി എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് നിലവിൽ. ഏതായാലും ശരി, വരുന്ന മിനിറ്റുകളിൽ അത് സ്ഥിരീകരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാനാകുന്നത്. കൂടുതൽ സമഗ്രമായ വിവരങ്ങൾ ഇതിന്റെ മേൽ നൽകാനുമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.